അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് ഒക്കെ നന്നായിട്ട് കൂടിക്കിടക്കുന്നവർക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കിനെ കുറിച്ചാണ്. അതും സിന്നമോൺ കറുവാപ്പട്ട ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കറുവാപ്പട്ട ഉപയോഗിച്ച് ഈ ഡ്രിങ്ക് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ എങ്ങനെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞുതരാം. പക്ഷെ അതിന് മുന്നേ നിർബന്ധമായിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം അറിഞ്ഞതിന് ശേഷം മാത്രം ഈ ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കുക. കാരണം അതല്ലെങ്കിൽ നമ്മൾ ലിവർ നന്നാക്കുന്നതിന് പകരം അത് കേടുവരുത്തുന്ന അവസ്ഥയിലേക്ക് എത്തും. കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞ സിന്നമോൺ കറുവാപ്പട്ട എന്ന് പറയുന്നത് നമുക്ക് വിപണിയിൽ 2 തരത്തിൽ ലഭ്യമാണ്. അതിൽ ഒന്ന് കാഷ്യ സിന്നമൺ ആണ്, മറ്റൊന്ന് സെലോൺ സിന്നമൺ, ട്രൂ സിന്നമൺ എന്ന് പറയും. ഈ കാഷ്യ സിന്നമൺ ആണ് ഏറ്റവും കൂടുതൽ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ചൈന സിന്നമൺ എന്നും അറിയപ്പെടാറുണ്ട്, ചൈനീസ് സിന്നമൺ എന്ന്. അപ്പോൾ ഈ ചൈനീസ് സിന്നമൺ ആയിട്ടുള്ള ഇത് കാണാൻ ഭയങ്കര കട്ടിയായിരിക്കും, സ്മെല്ലൊക്കെ കുറച്ച് കുറവൊക്കെ ആയിരിക്കും, റേറ്റും കുറവാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വാങ്ങുമ്പോൾ നമ്മളെ കയ്യിലേക്ക് എത്തിപ്പെടുക. ഇതിലൊരു കൗമാരിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോമ്പൗണ്ട് ഇതിലുണ്ട്. ഈ കോമ്പൗണ്ട് കാരണം നമുക്ക് കൂടുതൽ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ലിവർ അടിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതല്ല ഞാൻ ഈ പറയാൻ പോകുന്ന ഡ്രിങ്കിൽ ഒരിക്കലും യൂസ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്ന ട്രൂ സിന്നമണെ കുറിച്ചാണ്. സെലോൺ സിന്നമൺ എന്ന് പറഞ്ഞ് ട്രൂ സിന്നമൺ. ഇത് കാണാൻ പേപ്പർ ചുരുട്ടിയ പോലെ ഉണ്ടാവുക, തീരെ കട്ടി ഉണ്ടാവില്ല, നല്ല മണം ഉണ്ടാവും, പിന്നെ കുറച്ച് റേറ്റ് കൂടുതലുമായിരിക്കും. ഈ ഒരു സാധനമാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഡ്രിങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇതിൽ ഈ സെലോൺ സിന്നമണിൽ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ കൗമാരി എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉള്ളൂ. അത് അങ്ങനെയൊന്നും നമുക്ക് ബാധിക്കില്ല കേട്ടോ. അപ്പോൾ ആ സെലോൺ സിന്നമൺ എന്നുണ്ട് തിരഞ്ഞു പിടിച്ച് വാങ്ങണം. അതിനുശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഈ ഒരു ഡ്രിങ്ക്. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ കുടിക്കുക. ഓക്കെ. അപ്പോൾ ആ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സെലോൺ സിന്നമൺ വാങ്ങി നല്ല രീതിയിൽ ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കുക. ശേഷം 2 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഈ സെലോൺ സിന്നമണിൻ്റെ പൊടി, 1 ടീസ്പൂൺ നല്ല മഞ്ഞൾ പൊടിയും, ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ശേഷം ഗ്രീൻ ടീയുടെ ഒരു ബാഗ് എടുത്തിട്ട് അതിലൊരു 30 സെക്കൻഡ് ഇട്ട് വെക്കുക. അതിലധികം ഇട്ട് വെക്കണ്ട. 30 സെക്കൻഡ് അധികം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കയ്പ്പൊക്കെ ഇതിൻ്റെക്ക് നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് കിട്ടിക്കോണമെന്നില്ല. 30 സെക്കൻഡ് ഇട്ട് വെക്കുക, അതെടുത്ത് ഒഴിവാക്കുക. ആ ടീ ബാഗ്, ഗ്രീൻ ടീയുടെ ബാഗ്. ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ രാവിലെ 11 മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിച്ച് കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇത് കുടിക്കുക. ഇതൊരിക്കലും നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ വെറും വയറ്റിൽ കുടിക്കരുത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഭക്ഷണത്തിന് ശേഷം ഒരു 11 മണി രാവിലെയൊക്കെ ആകുമ്പോൾ രാവിലെ 11 മണിക്ക് കുടിച്ചോളൂ. ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് ശീലാക്കി കഴിഞ്ഞാൽ ഫാറ്റി ലിവർ നന്നായിട്ട് കുറയും. ട്രൈഗ്ലിസറൈഡ് ഉള്ള ആളുകൾക്ക് അത് കുറയാൻ സഹായിക്കും, ഒക്കെ ചെയ്യും. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളും കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ആഡഡ് ഷുഗേഴ്സ്, നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നത്, അതുപോലെ പാക്കഡായിട്ട് വരുന്ന ഭക്ഷണങ്ങളിൽ ആഡഡ് ഷുഗേഴ്സ് ഉണ്ടാവും. പ്രത്യേകിച്ചും പാക്കഡായിട്ട് വരുന്ന മറ്റ് പെപ്സി, കൊക്കക്കോള പോലത്തെ സാധനങ്ങളിലൊക്കെ ഉള്ള ആഡഡ് ഷുഗേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കണം. നമ്മൾ ചായയിലേക്കൊക്കെ ഇടുന്ന ഷുഗർ നന്നായിട്ട് കുറയ്ക്കുക. ഒഴിവാക്കാൻ പറ്റുന്നവർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇങ്ങനെ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ റെഡ് മീറ്റ് കഴിക്കുന്നത് ഒഴിവാക്കുക. റെഡ് മീറ്റ് കൂടുതലായിട്ട് കഴിക്കേണ്ട. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഇറച്ചി, മട്ടൻ പോലെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കാണ്ട് ഒഴിവാക്കുക. മൂന്നാമതായിട്ട്, ഒരു ഫ്രൂട്ട്സും നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കരുത്. ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഫ്രക്ടോസ് ഒരുപാടുള്ള സാധനമാണ്. ഇത് നിങ്ങൾ ജ്യൂസ് അടിക്കുമ്പോൾ ഇത് പഞ്ചസാര, ഈ ഫ്രക്ടോസിനെ നിങ്ങൾ നേരെ ബ്ലഡിലേക്ക് ഒഴിക്കുന്ന പോലെ ഉണ്ടാവുക. അബ്സോർപ്ഷൻ നന്നായിട്ടുണ്ടാവും. ഈ ഫ്രക്ടോസ് നമുക്ക് ഈ ലിവറിന് മാത്രമേ മെറ്റബോളൈസ് ചെയ്യാൻ, അതിന് നല്ല രീതിയിൽ ബോഡിക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലിവറിന് പണി കൂടുകയും ലിവറിന് ഓൾറെഡി പ്രശ്നമുള്ള ആളുകൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അത് കൂടാനും സാധ്യതയുണ്ട്. നാലാമതായിട്ട്, ഉറക്കം നിങ്ങൾ നന്നായിട്ട് ഉറങ്ങണം. 6 മുതൽ 7 മണിക്കൂർ വരെ നിർബന്ധമായിട്ട് ഉറങ്ങുക. ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് റിപ്പയർ ചെയ്യാൻ സമയം കിട്ടില്ല. ശരീരത്തിൻ്റെ കേടുപാടുകളൊക്കെ റിപ്പയർ ചെയ്യുന്ന സമയമാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉറക്കം കുറഞ്ഞാൽ റിപ്പയറിങ് കുറയും. ശരീരത്തിലെ കേടുപാടുകൾ കുമിഞ്ഞുകൂടി വലിയ വലിയ അസുഖങ്ങളിലേക്ക് അത് എത്തിക്കുന്നുള്ളതാണ്. അതുപോലെ നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ട്രാൻസ് ഫാറ്റുകൾ ഉപയോഗം. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് റിഫൈൻഡ് എന്ന് എഴുതിയിട്ടുള്ള ഓയിലുകളിലാണ്. നിങ്ങൾ ഓയിൽ വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ പുറത്ത് റിഫൈൻഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങരുത്. കാരണം അത് റിഫൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഓയിലുകൾ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കെമിക്കലുകളൊക്കെ ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ട്രാൻസ് ഫാറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിമാരകമായിട്ടുള്ള ഫാറ്റ് രൂപപ്പെടും. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ രക്തക്കുഴലുകൾക്കകത്ത് ബ്ലോക്ക് ഉണ്ടാക്കും. അത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കൊളസ്ട്രോൾ കൂടും, ട്രൈഗ്ലിസറൈഡ് കൂടും, ഫാറ്റ് ലിവർ കൂടും, ഒക്കത്തിനും അത് പ്രശ്നക്കാരനാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഞാൻ ഈ പറഞ്ഞ ഡ്രിങ്ക് നിങ്ങൾ കുടിക്കുന്ന ശീലമാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഫാറ്റി ലിവർ കുറച്ചെടുക്കാൻ പറ്റും. ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു എനിക്ക് ഉറപ്പാണ്. നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക.
ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ഞാൻ ഒരുപാട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മിസ്സാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു അറിവ് കൂടുതൽ ഉപകാരപ്പെടും കേട്ടോ. ഇൻഷാ അല്ലാഹ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, ചീഫ് മെഡിക്കൽ ഓഫീസർ, മിസ്രിയ ഹെൽത്ത് കെയർ, പൂക്കോട്ടൂർ, മലപ്പുറം.